അർദ്ധവാർഷിക പരീക്ഷ 4-ാം ക്ലാസ് അൽ ഖുർആൻ വ തദ്രീബു തിലാവ വൽ ഹിഫ്ള്. എങ്ങനെയാണ് അതുണ്ടാവുക? ഏത് രൂപത്തിലാണ് ചോദ്യങ്ങൾ വരിക? ഏതൊക്കെ സൂറത്തുകളാണ് നമ്മൾ കാണാതെ പഠിക്കേണ്ടത്? സൂറത്തുകൾക്ക് പുറമെ മറ്റെന്തെങ്കിലും ചോദിക്കുമോ? എന്നീ ഒരുപാട് സംശയങ്ങൾ ഓരോരുത്തർക്കും ഉണ്ടാകും. ആ സംശയങ്ങളെല്ലാം നീക്കുന്ന രൂപത്തിലുള്ള നല്ല ഉപകാരപ്രദമായ വീഡിയോ ആണ്. മുഴുവനായി തന്നെ കാണാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ചോദ്യം വരുന്ന വഴി മനസ്സിലാക്കാം, നല്ല മാർക്കും നേടാം. പരീക്ഷയുടെ രൂപം നമ്മളെല്ലാവരും കഴിഞ്ഞ പാദവാർഷിക പരീക്ഷയിലൂടെ മനസ്സിലാക്കിയവരാണ്. ഓരോ വിദ്യാർത്ഥികൾക്കും ഓരോ പേപ്പർ ഉണ്ടാകും. അതിന് പ്രത്യേക മാർക്കുണ്ട്, പേരെഴുതാനുള്ള സ്ഥലമുണ്ട്. മുൻകഴിഞ്ഞ വർഷങ്ങളിലുള്ള ഖുർആൻ പരീക്ഷ പോലെയല്ല. ഓരോ കുട്ടിക്കും ഓരോ പേപ്പർ വീതം നൽകും. നൽകിയ പേപ്പറിൽ തദ്രീബു തിലാവ പാഠപുസ്തകവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളുണ്ടാകും. ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതിയ ശേഷം ഉസ്താദിനോട് നമ്മൾ പറയുമ്പോൾ ഉസ്താദ് നമ്മളെ ഖുർആൻ ഹിഫ്ള് പരീക്ഷയ്ക്ക് വേണ്ടി വിളിക്കുകയും അത് രണ്ടിൻ്റെയും പരീക്ഷ ഉസ്താദ് നടത്തുകയും ആ പേപ്പറിൽ ഓത്തിനും അതുപോലെ തന്നെ ഹിഫ്ളിനും നിർദ്ദേശിക്കപ്പെട്ട മാർക്ക് അതാത് കള്ളിക്ക് നേരെ ഉസ്താദ് രേഖപ്പെടുത്തുകയുമാണ് ചെയ്യുക. തദ്രീബു തിലാവയുടെ എഴുത്തു പരീക്ഷ കഴിഞ്ഞാലുടനെ ഖുർആൻ ഓതിപ്പിക്കാൻ വേണ്ടിയും ഹിഫ്ള് ചൊല്ലിപ്പിക്കാൻ വേണ്ടിയും ഓരോരുത്തരെയും ഉസ്താദ് വിളിപ്പിക്കും. ഖുർആൻ പരീക്ഷ നമുക്കറിയാം. ഖുർആൻ എവിടെന്നെങ്കിലുമല്ല ചോദിക്കുക. ഖുർആന് കൃത്യമായും നിർദ്ദേശിക്കപ്പെട്ട ഭാഗമുണ്ട്. ആ ഭാഗത്ത് നിന്ന് മാത്രമേ ഖുർആൻ ഓതിപ്പിക്കാൻ ആവശ്യപ്പെടുകയുള്ളൂ. 4-ാം ക്ലാസ്സിന് സൂറത്തുൽ ഫുർഖാൻ മുതൽ ഫാത്തിർ വരെയുള്ള ഭാഗങ്ങളിൽ നിന്ന് 1, 2, 3 ആയത്തുകളായിരിക്കും ഓതിപ്പിക്കുക. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഓതിക്കൊടുക്കുന്ന സമയത്ത് ഉസ്താദിന് മാർക്കിടാൻ പ്രത്യേകമായ നിർദ്ദേശമുണ്ട്. അത് നമ്മൾ തദ്രീബു തിലാവയുടെ വഹദത്തു സാബിയ വരെയുള്ള 7-ാമത്തെ ചാപ്റ്റർ വരെ ആ തദ്രീബു തിലാവയിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഖിറാഅത്തായിരിക്കണം, പാരായണമായിരിക്കണം. അതിൽ പറഞ്ഞ ചില വിഷയങ്ങൾ അതിൽ ശ്രദ്ധിക്കാൻ പ്രത്യേകമായിട്ട് നിർദ്ദേശമുണ്ടാകും. ഇപ്പോൾ ഉദാഹരണം, നിങ്ങൾ ചോദ്യത്തിലേക്ക് നോക്കൂ. കുട്ടികളെ ഒരുമിച്ചിരുത്തി താഴെ പറയുന്നവ മുസ്ഹഫിൽ നോക്കി ഓദിക്കാം എന്നാണ് ചോദ്യമുണ്ടാവുക. അതിലൊന്നാമത്തത് സൂറത്തു റൂമിൽ നിന്ന് 57, 56 ആയത്തുകൾ. അപ്പോൾ 2 ആയത്താണ് അവിടെ ഓതാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുള്ളത്. അതിൽ മാർക്ക് കൊടുക്കാൻ ഉസ്താദിന് നിർദ്ദേശം എങ്ങനെയാണ്? 1, മഖ്റജ് അനുസരിച്ച് ഇടർച്ചയില്ലാത്ത പാരായണമാണോ എങ്കിൽ 17 മാർക്ക് നമുക്ക് ലഭിക്കും. സരളമായ രൂപത്തിൽ അവിടെയും ഇവിടെയും കൊണ്ടുപോയി ഒന്നും നിർത്താതെ ഓത്തിൻ്റെ ശൈലി തന്നെ, വായനയുടെ ശൈലിയല്ല, നല്ല കൃത്യമായിട്ടുള്ള അക്ഷരശുദ്ധിയോടുകൂടെ ഓരോ അക്ഷരങ്ങളും പുറപ്പെടേണ്ട സ്ഥാനത്ത് നിന്ന് പുറപ്പെടുവിച്ച് ശ്രദ്ധിച്ച് ഓതുകയാണെങ്കിൽ 17 മാർക്ക് നമുക്ക് അവിടെ കിട്ടി. അതുപോലെ തന്നെ വഖഫിൽ നിർത്തി ഓതൽ. അപ്പോൾ വഖഫ് ചെയ്യേണ്ട സ്ഥലത്ത് നമ്മൾ വഖഫ് ചെയ്യുക. ഇനി വഖഫ് ചെയ്താൽ തന്നെ അല്പം പിന്നിലോട്ട് എടുത്ത് വീണ്ടും അത് എടുത്ത് ഓതുക. അത് നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ 3 മാർക്ക് അവിടെയും നമുക്ക് ലഭിക്കുന്നു. അതിൽ തന്നെ 3-ാമത്തത് പാരായണത്തിൽ ഇവ പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് മദ്, ഉന്നത്ത്, ഐനിൻ്റെ മഖ്റജ് എന്നിങ്ങനെ കൊടുത്തിട്ടുണ്ട്. മദ് നമ്മൾ നീട്ടാനുള്ളത് അലിഫ്, വാവ്, യാ ഇവകളെ കൊണ്ട് നീട്ടുന്ന കാര്യം നമ്മൾ പഠിച്ചതാണ്. ഉന്നത്ത് ഇദ്ഗാമും ബിഉന്ന മണിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ പഠിച്ചതാണ്. അതുപോലെ തന്നെ ഐനിൻ്റെ മഖ്റജ്, ഹൽക്കിൻ്റെ അക്ഷരങ്ങളിൽപ്പെട്ട ഐന്, ആ ഐനിൻ്റെ മഖ്റജ് പുറപ്പെടുന്ന സ്ഥാനത്ത് നിന്ന് തന്നെയാണോ നമ്മൾ പുറപ്പെടുവിക്കുന്നത്? ഇതൊക്കെ നോക്കി 3, 3, 2 എന്നിങ്ങനെ മാർക്ക് നിർദ്ദേശിക്കാൻ ആവശ്യപ്പെടുന്നു. അപ്പോൾ മുഴുവൻ മാർക്കും ആഗ്രഹിക്കുന്ന ആളുകൾ ഈ രൂപത്തിൽ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച് പാരായണം ചെയ്യാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമുക്കിതിൽ തദ്രീബു തിലാവയുടെ ചോദ്യങ്ങളൊന്ന് വായിച്ചു നോക്കാം. 2-ാമത്തത് അക്ഷരങ്ങൾ എഴുതാം എന്നുള്ള ചോദ്യമാണ്. ആയത്തിൻ്റെ ചെറിയ ഭാഗം കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അടുത്തൊരു കള്ളി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ നേരെ ആ കള്ളിയിൽ നിങ്ങൾ ഏതാണോ എഴുതേണ്ടത് എന്നും നൽകിയിട്ടുണ്ട്. 1-ാമത്തത് അൻ യമീനിൻ എന്നൊരു ആയത്തിൻ്റെ കഷ്ണം കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് നിങ്ങൾ എഴുതേണ്ടത് ഹുറൂഫുൽ മദ്ദാണ്, മദ്ദിൻ്റെ അക്ഷരം. അതിൽ നീട്ടാനുള്ള അക്ഷരം ഏതാണ്? യമീനിൻ എന്നുള്ളതിലെ യാ ആണ്. ഇനി യസ്തരിഹൂന എന്നുള്ള കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ പാഠഭാഗത്തിൽ വന്ന ആയത്തിൻ്റെ ഭാഗങ്ങളാണ്.
അതിൽ നിന്ന് എഴുതേണ്ടത് ഹുറൂഫുൽ മദ് തന്നെയാണ്. നീട്ടാനുള്ള അക്ഷരം അതിലേതാണ്? വാവാണ്. യസ്തരിഹൂന എന്നുള്ളതിലെ വാവാണ് നീട്ടാനുള്ളത്. ഇനി വലഖദ് വസ്സൽന എന്ന് നൽകിയിട്ടുണ്ട്. അതിൽ നിന്ന് ഹുറൂഫുൽ ഇസ്തിലായിൻ്റെ അക്ഷരമാണ് ചോദിച്ചിട്ടുള്ളത്. അതേതാണ്? സ്വാദാണ്. അടുത്തത് മുദ്ബിരീന എന്ന ഒരായത്ത്. ആ ആയത്തിൽ നിന്ന് ഹുറൂഫുൽ കൽക്കലയാണ്. കൽക്കലത്തിൻ്റെ അക്ഷരമാണ് എഴുതാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഏതാണത്? ദാലാണ്. അപ്പോൾ ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാന വിഷയം ഇസ്തിലായിൻ്റെ അക്ഷരങ്ങളും കൽക്കലത്തിൻ്റെ അക്ഷരങ്ങളും മദ്ദിൻ്റെ അക്ഷരങ്ങളൊക്കെ കൃത്യമായും പഠിച്ചു വെച്ചാൽ നമുക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. കുത്തുബ് ജദ് ഹുസ്സലിയത്തിൻ കിള് ഇതാണല്ലോ ഇസ്തിലായിൻ്റെയും കൽക്കലത്തിൻ്റെയും അക്ഷരങ്ങൾ ഷോർട്ടായി നമ്മൾ പഠിച്ചു വെക്കുന്നത്. അപ്പോൾ അത് നമ്മൾ പ്രത്യേകം പഠിച്ചു വെച്ചിട്ട് പോവുക. എന്നാൽ ഇതുപോലത്തെ ചോദ്യങ്ങളിൽ അക്ഷരങ്ങൾ നമുക്ക് വേഗത്തിൽ കണ്ടെത്താൻ കഴിയും. അതുപോലെ തന്നെ മദ്ദിൻ്റെ അക്ഷരങ്ങളും. ഇനി അതിന് താഴെ തഫ്ഹീം, തർക്കീക്ക് എന്നിവ വേർതിരിക്കുക എന്നൊരു ചോദ്യമുണ്ട്. അലല്ലാഹി ഇത്തഖില്ലാഹ, ഇൻദല്ലാഹി യുത്തിഇല്ലാഹ, ഫരിഹൂൻ യുഫ്രഹു, മുജ്രിമൂന അർറൂം. അപ്പോൾ ഇവിടെ തഫ്ഹീം തർക്കീക്ക് എന്ന് താഴെ കൊടുത്തിട്ടുണ്ട്. റാഇൻ്റെ തഫ്ഹീമും തർക്കീക്കും നോക്കണം. അതുപോലെ തന്നെ അള്ളാ എന്നുള്ളതിലെ ജലാലത്തിൻ്റെ ലാമിൻ്റെ തഫ്ഹീമും തർക്കീക്കും നോക്കണം. രണ്ടിലെ തഫ്ഹീമും ഒന്നിൽ എഴുതുക, രണ്ടിലെ തർക്കീക്കും ഒന്നിലും എഴുതുക. അപ്പം അലല്ലാഹി എന്നുള്ളത് ഏതാണ്? തഫ്ഹീം. ഈ ലോ എന്നുള്ള ശബ്ദം വന്നാൽ തന്നെ അത് തഫ്ഹീമായിരിക്കണം. ലില്ല എന്നുള്ള ശബ്ദമാണ് വരുന്നതെങ്കിൽ തർക്കീക്കായിരിക്കും. അപ്പോൾ അലല്ലോ എന്നുള്ളത് ഏതാണ്? അത് തഫ്ഹീമാണ്. ഇത്തക്കില്ല കണ്ടില്ല എന്നുള്ള ശബ്ദം അത് തർക്കീക്കാണ്. ഇന്ദല്ലോ അതേതാണ്? തഫ്ഹീമാണ്. യുത്തിഇല്ല അതേതാണ്? ഇല്ല എന്നുള്ള ശബ്ദമാണ്, തർക്കീക്കാണ്. ഇനി റാ റു എന്നുള്ളത് തഫ്ഹീമാണ്. രി എന്നുള്ള ശബ്ദം അത് തർക്കീക്കുമാണ്. ഫരിഹൂൻ റിയാണ്, തർക്കീക്കാണ്. യുഫ്റഹു റായാണ്, അതുകൊണ്ട് അത് തഫ്ഹീമാണ്. മുജിരി രി കണ്ടില്ലേ? മുജിരി അത് തർക്കീക്കാണ്. അർറൂം റൂ ആണ്, അതുകൊണ്ട് അത് തഫ്ഹീമാണ്. ഈ രൂപത്തിലാണ് നമ്മളതിനെ പൂരിപ്പിക്കേണ്ടത്. ഇനി തഹ്ഫീദുൽ ഖുർആനിൻ്റെ ചോദ്യമാണ് വായിക്കുന്നത്. ഹിഫ്ള് പഠിക്കാൻ നിർദ്ദേശിച്ച സൂറത്ത് ബയ്യിന, അലക്ക്, അഅല, ഓഷിയ, ഷംസ്, ലൈല്. അവസാനം എടുത്ത 3 സൂറത്തുകൾ ഓഗഷിയയും ഷംസും ലൈലും. ഇതിൽ നിന്ന് നമുക്ക് ഉറപ്പായും ചോദ്യം പ്രതീക്ഷിക്കാം. ഇത് 3ഉം പഠിച്ച ആളുകൾക്ക് 35 മാർക്ക് വരെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അതോടൊപ്പം തന്നെ അതിന് ശേഷം പിന്നെ നമ്മുടെ തദ്രീബ് തിലാവയിൽ നിന്ന് നമ്മൾ പഠിച്ച അവസാനത്തെ ഭാഗത്തിൽ വരുന്ന പ്രാർത്ഥനകളുണ്ട്, ഖുർആനിലെ പ്രാർത്ഥനകൾ. ആ പ്രാർത്ഥനയിൽ നിന്ന് 1ഓ 2ഓ എന്തായാലും ഉറപ്പായും ചോദിക്കാൻ സാധ്യതയുണ്ട്. ഒരു 15-20 മാർക്ക് നമുക്ക് അതിനും കണക്കാക്കാം. അപ്പോൾ ഹിഫ്ളിന് ഈ പറഞ്ഞ സൂറത്തുകളും അതോടൊപ്പം തന്നെ തദ്രീബു തിലാവയിൽ നമ്മൾ പഠിച്ച ഖുർആനിലെ ആയത്തുകളും ദുആകളും പഠിച്ചു വെക്കുക. ചോദ്യം നോക്കൂ. കുട്ടികളെ ഒരുമിച്ചിരുത്തി താഴെ പറയുന്നവ മനപ്പാഠം ഓദിക്കാം. സൂറത്തുൽ ഓഷിയയിൽ നിന്ന് 1 മുതൽ 9 വരെ ഓതാനാണ് ആവശ്യം. അതിന് 15 മാർക്ക് നൽകുന്നുണ്ട്. പിന്നെ സൂറത്തു ഷംസ് അവസാനത്തെ 5 ആയത്തുകൾ ഓതാൻ പറഞ്ഞിട്ടുണ്ട്. അതിന് 10 മാർക്ക് നൽകുന്നുണ്ട്. പിന്നെ റബ്ബി ലാ തദർനി ഡാഷ് ഖൈറുൽ വാരിസീൻ എന്ന ഒരു ദുആ നമ്മുടെ തദ്രീബ് തിലാവയുടെ അവസാനം വന്നിട്ടുണ്ട്. അതിന് 10 മാർക്കാണ്. റബ്ബന ലാ തുസിഅ ഖുലൂബന എന്ന് തുടങ്ങുന്ന പ്രാർത്ഥന അൻതൽ വഹാബ് വരെ ആ പ്രാർത്ഥന മുഴുവനായി ചൊല്ലിക്കൊടുത്താൽ 15 മാർക്ക്. ഇങ്ങനെ ഹിഫ്ളിന് 50 മാർക്ക് അതും നമുക്ക് നേടാൻ കഴിയും. അപ്പോൾ ഇതിലൂടെ മോഡൽ ചോദ്യ പേപ്പറും തദ്രീബ് തിലാവയുടെ എല്ലാ വിഷയങ്ങളും നമ്മൾ മനസ്സിലാക്കി ഈ വിഷയങ്ങളൊക്കെ ഉൾപ്പെടുത്തി നന്നായി പഠിക്കുക. ഖുർആൻ ഓതി കൊടുക്കുന്നത് പോലെ തന്നെ ഹിഫ്ളും ഓതി കൊടുക്കുക. നല്ല നല്ല വീഡിയോകൾ ചെയ്യാൻ ഞങ്ങൾക്കുള്ള പ്രചോദനം നിങ്ങളുടെ സബ്സ്ക്രൈബാണ്. ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഒരു ലൈക്ക് കൊടുക്കുക. ഉപകാരപ്പെട്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുകയും ചെയ്യുക. നല്ല നല്ല വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം.